അങ്ങനെ ഹനോയിൻ്റെ സെക്കൻഡ് ഡേ ഞങ്ങൾ ടൂറിന് റെഡിയായി. രാവിലെ തന്നെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ടൂറായിരുന്നു. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് വന്നു. നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് ആയിരുന്നു ബസ്സിൻ്റേത്. ഫസ്റ്റ് പിക്ക് ചെയ്തത് ഞങ്ങളെയായിരുന്നു. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ബസ് പോയി. രാവിലെ 7:30 തന്നെ ടൂർ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെയുള്ള മിക്ക ടൂറും അതിരാവിലെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം മിക്ക ഹോട്ടൽസിലും ബ്രേക്ക്ഫാസ്റ്റും രാവിലെ തന്നെ അവൈലബിൾ ആയിരിക്കും. ഒരു 6:30 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റും അവൈലബിൾ ആയി തുടങ്ങും. നിൽക്കുന്ന പിങ്ക് ഫ്ലവർ ഒറിജിനൽ ഫ്ലവറാണെന്ന് വിചാരിച്ചോ, അല്ല അത് ഡ്യൂപ്ലിക്കേറ്റ്. ഒരു മരം മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലവേഴ്സ് ടേസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 2 വീലേഴ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര കൂടുതലാണ് ഇവിടെ. കമ്പയർ ടു ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ 2 വീലേഴ്സ് ഉള്ളെങ്കിലും ഇതൊരു ചെറിയ സ്ഥലമാണല്ലോ. അപ്പോൾ ഇവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ 2 വീലേഴ്സ് വളരെ കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ഈ ബിൽഡിങ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം അടുത്തടുത്താണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഭയങ്കര സ്ലെൻഡറായിട്ട് അല്ലെങ്കിൽ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതെല്ലാം ഹോട്ടൽസാണ് ഈ സൈഡിൽ കാണുന്നത്. അതെല്ലാം എത്ര തിന്നായിട്ട് ബിൽഡ് ചെയ്തിരിക്കുക നോക്കി, അടുത്തടുത്ത് ബിൽഡ് ചെയ്തിരിക്കുക. ഉള്ളിലോട്ട് പാസ് ചെയ്യാൻ മെയിൻ എൻട്രൻസ് ഉണ്ട്. പക്ഷേ സൈഡ് വൈസ് നോക്കാൻ നമ്മളിപ്പം ശരിക്കും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വഴി ഉണ്ടാവും. ചെറിയ വഴി, അതുപോലെയുള്ള ചെറിയ ഇടവഴികളാണ് ആ ബിൽഡിങ്ങിൻ്റെ സൈഡിലുള്ളത്. ചില ബിൽഡിങ്ങിൻ്റെ സൈഡിൽ ആ ഇടവഴിയും ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു സ്പേസിൻ്റെ റെസ്ട്രിക്ഷൻ കൊണ്ടായിരിക്കാം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കാം ഹോട്ടൽസ് എല്ലാം ഇതുപോലെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ കൂടുതലും ഈ ഹനോയിലാണ് കണ്ടിരിക്കുന്നത്. വിയറ്റ്നാമിലെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഇതുപോലെ കുറേ കൺസ്ട്രക്ഷൻസ് കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഇതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജേർണലിസ്റ്റ് കോളനി ഉണ്ടല്ലോ എറണാകുളത്ത്, അവിടെ ഇതുപോലെ വീടുകളാണ്. അത് പിന്നെ 2 നിലയേ ഉള്ളൂ. വീടുകൾ ഇതുപോലെ അടുത്തടുത്താണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. രാവിലെ 7:45 ഉള്ളൂ. അപ്പം നോക്കിക്കേ ട്രാഫിക് എങ്ങനെയാണെന്ന്. എനിക്ക് തോന്നുന്നു ഇവിടെ രാവിലെയാണ് ട്രാഫിക് കൂടുതലുള്ളത്. ഈവനിങ്ങും നല്ല ട്രാഫിക് ഉണ്ട്, പക്ഷെ രാവിലെ കുറച്ച് കൂടുതലാണ്. മീൻസ് ആൾക്കാരെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്ന സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ട്രാഫിക് നല്ലോണം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടായിരിക്കാം ടൂർസ് എല്ലാം വളരെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലെ ട്രാഫിക് റൂൾസ് കണക്കാണ്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫസാർഡ്ലി പോവുക. ട്രാഫിക് റൂൾസൊന്നും ശരിക്കും ഫോളോ ചെയ്യുന്നില്ല. അവിടെ സിഗ്നലും ഇല്ല ആ ഒരു ജംഗ്ഷൻ്റെ അവിടെ. ആൻഡ് കുറച്ചൊന്ന് ഇങ്ങോട്ടേക്ക് മെയിൻ സിറ്റി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഗൈഡ്. നിൻബിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. And then we will continue with another 30 minutes to visit 2 different destinations in Ninh Bình. So the first one we are doing, that is the ancient capital of Hoa Lư. Okay, Hoa Lư, the capital of Vietnam during the 10th century. So over there we will also have the bicycle activity as well. So you know how to ride the bike? Yeah, of course. Yes. Even if you don't know how to do it, I will make sure you know how to do it. Okay. After the bicycle trip, we will come back to the restaurant having a buffet lunch. We're having lunch. Yes. After enjoying the lunch, we will continue with the boat trip in Ninh Bình. There are 2. So today our team, we also have some of the group doing in Trang An. Some of the group will be doing the Tam Cốc one as well. So two different ones. Okay, let's see. So Danica and the family of Safari, you are doing the boat trip in Trang An, and the rest of the team are doing the boat trip in Tam Cốc. Okay, yes.
different boating area in Ninh Bình, and they also have a differences as well. Okay, significant. Right. See. രാവിലെ തന്നെ നല്ല തണുപ്പാണ്. ഇവിടെ ഇപ്പം ടെമ്പറേച്ചേഴ്സ് എല്ലാം ഭയങ്കര താഴ്ന്നിട്ടാണുള്ളത്. നമ്മുടെ ഈ നോർത്തിലെല്ലാം പോകുന്ന പോലെയാണ്. നമ്മുടെ നാട്ടിൽ നേരെ മറിച്ച് നല്ല ചൂട് സീസണും ഇവിടെ നല്ല തണുത്ത സീസണും. രാവിലെ ആ മഞ്ഞ് കാണാം നമുക്ക്. ഈ ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ബൈക്കുകാരാണ്. എത്ര ബൈക്കാണെന്ന് നോക്കി. ആ സൈഡും ഈ സൈഡെല്ലാം ഫുള്ള് ബൈക്കാണ്. നമ്മുടെ നാട്ടിലുണ്ട് ബൈക്ക്, പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് കാണുന്നത്. സാധാരണ ബസ്സിൽ പോകുമ്പം ഞാനൊരു അവോമിൻ, അതായത് ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് പോവാറ്. ഇന്ന് രാവിലെ അത് എടുത്തില്ല. ഞാൻ വിചാരിച്ചു നോക്കാം ബസ് യാത്ര എങ്ങനെയുണ്ടെന്ന്. പക്ഷേ ഇറ്റ് വാസ് വെരി കംഫർട്ടബിൾ. അതിവിടുത്തെ റോഡിൻ്റെ ഗുണമാണോ ബസ്സിൻ്റെ ഗുണമാണോ എന്താണെന്നറിയില്ല, രണ്ടും സൂപ്പറായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മുടെ റോഡിൻ്റെ ഗതി കൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും ബസ്സിൽ പോകുമ്പം ഞാൻ വോമിറ്റ് ചെയ്യും. ബിക്കോസ് നല്ല കുലുക്കുമായിരിക്കും. കുലുങ്ങുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ ഇയർ ബാലൻസിൻ്റെ ആ ഒരു ഇത് ഫുള്ള് തെറ്റും. അങ്ങനെ വോമിറ്റ് ചെയ്യാൻ തോന്നും. അപ്പം മോഷൻ സിക്നെസ് ഉള്ള ആൾക്കാർക്കൊന്നും ഇവിടെ ബസ്സിൽ വരുമ്പം വലിയ പ്രശ്നമില്ല. റീസെൻ്റ്ലി ഞാൻ KSRTCയിൽ കയറി നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ എറണാകുളത്തുനിന്ന് ഗുരുവായൂർ പോകുന്ന വഴിക്ക് ഞാൻ 3-4 തവണ ഛർദ്ദിച്ചു. മരുന്നെടുത്തിട്ടാണ് ഛർദ്ദിച്ചത്. ഇവർ നമ്മളെ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റ് റൂം ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലാണ് നിർത്തുക. ആ ഷോപ്പ് ഒരു ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സിൻ്റെ ഷോപ്പാണ്. അത് ആക്ച്വലി ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ഈ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് പ്രൈസ് മാത്രം നോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തത്. ബിക്കോസ് ഞങ്ങൾ വിചാരിച്ചു അറ്റ് ദി എൻഡ് ഞങ്ങൾ ഹനോയ് കഴിഞ്ഞ് ദനാങ് എന്ന് പറഞ്ഞ സ്ഥലത്തും അത് കഴിഞ്ഞ് ഹോച്ചിമിന്നും പോകും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ദനാങ്ങിന്നോ ഹോച്ചിമിന്നോ ഷോപ്പ് ചെയ്താൽ മതി. ബിക്കോസ് ഫ്ലൈറ്റ് ഇനിയും ഞങ്ങൾക്ക് ഫ്ലൈറ്റ് കയറാനുണ്ട്. അപ്പം വെയിറ്റ് അധികം ആകാൻ പാടില്ലല്ലോ. അപ്പം ഞാനൊരു ഭയങ്കര കോൺട്രാസ്റ്റിംഗ് സംഭവം ശ്രദ്ധിച്ചത്, ഇവിടെ സാധനങ്ങൾക്കെല്ലാം പൈസ ഭയങ്കര കൂടുതലായിരിക്കും. ഒബ്വിയസ്ലി ഇതൊരു ഷോപ്പായതുകൊണ്ട് തന്നെ പൈസ ഭയങ്കര കൂടുതലായിരിക്കും. ആൻഡ് ഈ സെയിം ഈ ഒരു സംഭവത്തിന് 5,50,000 അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ സെയിം സംഭവം വെറും 50,000 ദോങ്ങിന് നമുക്ക് കിട്ടും. എവിടെ, കൊയ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കുറച്ചും കൂടെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നത്. അത് ദനാങ്ങിന്ന് ഏകദേശം 1.5-2 മണിക്കൂർ ദൂരം ഉണ്ടാവും, ഡിപ്പെൻഡിങ് അപ്പോൺ ട്രാഫിക്. ഇവിടെ കാണുന്ന ഈ സെയിം സംഭവം ഞാൻ ദോങ്ഷുവാൻ മാർക്കറ്റ് ഉണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ദോങ്ഷുവാൻ, ഞങ്ങളുടെ ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഹോൾസെയിൽ മാർക്കറ്റ്, അവിടെ കണ്ടിരുന്നു. ഈ സെയിം സംഭവം തന്നെ, ഒരു വ്യത്യാസമില്ല. ഇവിടെ അതൊരു 3-4 ഇരട്ടി പൈസ കൂടുതൽ കാണിക്കും. പക്ഷേ അവിടെ അത് ചീപ്പായിട്ട് നമുക്ക് കിട്ടും ബാർഗെയിൻ ചെയ്തിട്ട്. ഈ സെയിം ഡ്രസ്സ് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് വേണ്ടി മേടിച്ചു. ഇവിടെ 5,95,000 കാണിക്കുന്നത്. അവിടെ ഞങ്ങൾ 2,50,000 വാങ്ങിച്ചത്. ഇത്രയും ഡ്രസ്സുകളുടെ കളക്ഷൻ കാണുമ്പം നമുക്ക് വാങ്ങാനൊരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ കുറേ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. സോ ബെറ്റർ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഹൊയ്യാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി വാങ്ങുക. അല്ലെങ്കിൽ ദനാങ്ങിലും കുറച്ച് ഷീപ്പായിട്ട് കിട്ടും. പക്ഷേ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ അല്ലെ ദോങ്ഷുവാൻ എന്ന് പറഞ്ഞ മാർക്കറ്റ് ഉണ്ടല്ലോ, ഹോൾസെയിൽ മാർക്കറ്റ്സിൽ പോയി വാങ്ങുക, അവിടെയും ചീപ്പായി കിട്ടും. പക്ഷേ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ വരികയാണെന്നുണ്ടെങ്കിൽ 2-3 ഇരട്ടി പൈസ കൂട്ടിയിട്ടായിരിക്കും ഓരോ സംഭവങ്ങൾ അവർ വിൽക്കുന്നത്.
ഇത് വാങ്ങാനും ആൾക്കാരുണ്ട്, കുറേ ഫോറിനേഴ്സ് ഇത് വാങ്ങുന്നുണ്ട്. ഒരു സ്റ്റോപ്പിലിറങ്ങി ഇവിടെ ഞാൻ വാങ്ങിക്കാം. അവരുടെ ഇതുണ്ട് മൾട്ടിഗ്രെയിൻ ബ്രെഡ്, മൾട്ടിഗ്രെയിൻ ഇതില്ലേ സ്നാക്ക് ബാർക്ക് പോലത്തെ സാധനം വേണോ? വാങ്ങി നോക്കണോ? ഇത് എത്രയാണ്? ഇത് 60 എന്ന് പറയുമ്പോൾ 150 അടുത്ത് വരും. 150 അടുത്തോ? ഇല്ല, 150 180 അടുത്ത് വരും. 190 അടുത്ത് വരും. നമുക്ക് ഇൻറ്റു ചെയ്തിട്ട് ഇതാക്കാൻ. അതെല്ലാം ഇത് കേട്ടോ, കോഫി ലുവാക്കാണ്. ആ സിവറ്റ് കോഫി ഇല്ലേ, 700 രൂപ. നല്ല ക്വാളിറ്റി ഇതായിരിക്കും അല്ലേ. ഇതുണ്ട് 8 കപ്പിന് 560 രൂപ. ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. 3 in 1 അല്ലേ. എത്ര എണ്ണം ഉണ്ട് ഇതിന്? 18 സ്റ്റിക്സ് 280 രൂപ. ഇവിടെ കുറേ നല്ല ക്രാഫ്റ്റ്സ് ഉണ്ട്. എല്ലാം കണ്ടാൽ വാങ്ങാൻ തോന്നുമായിരിക്കും. ഇതുണ്ടോ? അങ്ങനെ ഞങ്ങളൊന്നും വാങ്ങിയില്ല. അവിടുന്ന് നേരെ ബസ്സിൽ കയറി ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ ഓരോ ടൂറിനും ഈ റെസ്റ്റ് റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഇവരിതുപോലെയുള്ള ഷോപ്പിലായിരിക്കും നമ്മളെ കൊണ്ടുപോയി ഇറക്കുക, ടോയ്ലറ്റ് ഫെസിലിറ്റിക്ക് വേണ്ടി. അത് മെയിൻലി വേറെ ഒന്നുമല്ല, ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ അത് നല്ല ബുദ്ധിപരമായ നീക്കമാണ്. ടോയ്ലറ്റ് എന്ന പേരിൽ നമ്മളവിടെ കയറുന്നു, നമ്മൾ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്നു. ഒരു വിൻഡോ ഷോപ്പിംഗ് പോലെ. വേണ്ടവർക്ക് വാങ്ങാം, വേണ്ടാത്തവർക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്തിട്ട് പുറത്ത് വരാം. Our Vietnam trip included visit to 3 main cities. That is, first was Hanoi in the north, Da Nang in the middle, and then Ho Chi Minh in the south. And the climate of all these 3 areas are contrasting climates, with Hanoi being very cold, Da Nang having a medium temperature, and Ho Chi Minh a very hot and wet city. If you're planning to shop, it is better to buy things from Hoi An because things are cheaper at Hoi An. Also, you can buy things by bargaining. Make sure to buy things from wholesale markets like Dong Xuan in Hanoi or Ben Thanh Market in Ho Chi Minh, where you can buy things cheaper as well as you can bargain. As we were proceeding to Hoa Lu, the ancient capital of Vietnam, our guide was saying that this place came to be the
ancient capital because it is a mountainous area and very hard for the enemies to reach and defeat the king. That is why king made this area as the capital city. So you just explain when just along with you. I have to explain a little bit.